ഓണത്തെ വരവേറ്റ് ബ്യൂട്ടി സിൽക്സ് ഓഗസ്റ്റ് 20 മുതൽ സെപ്റ്റംബർ 30 വരെ ബ്യൂട്ടി സിൽക്സ് മിന്നിച്ചോണം. സ്ക്രാച്ച് ആൻഡ് വിന്നില്ല, നറുക്കെടുപ്പില്ല, കൈനിറയെ വാരിക്കോരി സമ്മാനങ്ങൾ. ആഘോഷിക്കൂ ഈ ഓണം മിന്നിച്ചോണം ബ്യൂട്ടിയോടൊപ്പം. ബ്യൂട്ടി സിൽക്സ്. കിള്ളിമംഗലം ഗവൺമെന്റ് UP സ്കൂളിൽ ജാലിക 2024 ശാസ്ത്രമേള സംഘടിപ്പിച്ചു. കിള്ളിമംഗലം ഗവൺമെന്റ് UP സ്കൂളിൽ ജാലിക 2024 എന്ന പേരിൽ സ്കൂൾ തല ശാസ്ത്രോത്സവം നടന്നു. ശാസ്ത്ര, ഗണിതശാസ്ത്ര, സാമൂഹ്യശാസ്ത്ര, പ്രവൃത്തി പരിചയ IT മേളകളുടെ സമന്വയമാണ് ജാലിക. വാർഡംഗം രാമദാസ് കാരാത്തിന്റെ അധ്യക്ഷതയിൽ പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് V. തങ്കമ്മ ഉദ്ഘാടനം നിർവഹിച്ചു. വേണ്ട രീതിയിൽ എല്ലാ സഹായ സഹകരണങ്ങളും നമ്മുടെ കുട്ടികൾക്ക് തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കുട്ടികൾ ഓരോ പ്രൊജക്ടുകളും ഉണ്ടാക്കി ഇവിടെ വന്നിരിക്കുന്നത്. പരസ്പരം എല്ലാ കുട്ടികളും 1ാം ക്ലാസ് മുതലുള്ള 7ാം ക്ലാസ് വരെയുള്ള കുട്ടികളും അടുത്ത പ്രാവശ്യം അവർ ഹൈസ്കൂളിലേക്കാണ് പോകുന്നത് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ഇതെല്ലാം നിങ്ങൾക്കൊരു പ്രയോജനമാവണം. നിങ്ങൾക്ക് ഉൾക്കൊള്ളുന്ന പ്രചോദനം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ട പ്രവർത്തനങ്ങൾ നമ്മളുടെ കുട്ടികൾക്ക് ഉണ്ടാവണം. എന്നാലാണ് ഈ പ്രാവശ്യങ്ങളിലെല്ലാം വ്യത്യാസങ്ങൾ തുടർന്നുകൊണ്ടിരുന്ന വ്യത്യാസങ്ങളെല്ലാം ഹൈസ്കൂൾ തലത്തിലെല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നിശ്ചിത മാർക്ക് വേണമെന്നുള്ളതിൻ്റെ അടിസ്ഥാനങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികളെല്ലാവരും ഏറ്റവും നല്ല രീതിയിൽ പഠിച്ച് അവരെ ഇതേപോലെയുള്ള പരിപാടികളിലെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ അവരുടെ ജീവിതം മുന്നോട്ട് പോകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കുട്ടികളുടെ സ്വതസിദ്ധമായ കഴിവുകളെ തിരിച്ചറിയുന്നതിന് ശാസ്ത്രോത്സവം സഹായകമാകുമെന്ന് പ്രസിഡന്റ് പറഞ്ഞു. പ്രധാനാധ്യാപകൻ MN ബർജിലാൽ സ്വാഗതം പറഞ്ഞു. കുട്ടികളുടെ വിവിധങ്ങളായ കഴിവുകൾ, ആ കഴിവുകളെ ഏതെല്ലാം വിധത്തിൽ പരിപോഷിപ്പിക്കുക, അല്ലെങ്കിൽ അവർക്കൊരു സ്കഫോൾഡിംഗ് നൽകുക, ഒരു കൈത്താങ്ങ് നൽകുക, അങ്ങനെ അടുത്ത ഒരു തലത്തിലേക്ക് കുട്ടികളുടെ ശാസ്ത്ര, ഗണിതശാസ്ത്ര, സാമൂഹ്യശാസ്ത്ര, പ്രവൃത്തി പരിചയ IT മേളയുടെ സാധ്യതകളിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ മേളയിലൂടെ, ജാലികയിലൂടെ ലക്ഷ്യം വെക്കുന്നത്. ജാലിക എന്ന പേരിന് ശാസ്ത്രവുമായും ഗണിതവുമായും ഒക്കെ ബന്ധമുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പേര് കണ്ടെത്തുകയും അതിനെ തുടർന്ന് നമ്മൾ കുട്ടികൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കുകയും അങ്ങനെ കുട്ടികൾ ഓരോരുത്തരും അവരവരുടെ കഴിവ് കൊണ്ടുണ്ടാക്കാൻ കഴിയുന്ന ചെറിയ രൂപങ്ങൾ നാളുകളുടെ ഐസക് ന്യൂട്ടനായും ഐൻസ്റ്റീനായും ഒക്കെ മാറാൻ കഴിയുന്ന വിധത്തിൽ സ്വന്തം അനുഭവങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ കണ്ട കാഴ്ചകളിൽ നിന്ന്, തിരിച്ചറിവുകളിൽ നിന്ന് ഓരോ മേഖലയെ തിരഞ്ഞെടുക്കുവാൻ കുട്ടികൾക്കുള്ള അവസരം. സ്റ്റാഫ് സെക്രട്ടറി ബിന്ദു KR നന്ദി അർപ്പിച്ചും സംസാരിച്ചു. വയനാട്ടിലെ ചൂരൽമല ദുരന്തത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള നിശ്ചല മാതൃക ഹൈഡ്രോളിക് സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന പാലം, സ്കൂൾ ബെൽ, ബ്ലൂടൂത്ത് ബോക്സ്, വിവിധ വാഹന രൂപങ്ങൾ, ജലസ്രോതസ്സുകൾ, ചാർട്ടുകൾ, ഗണിത രൂപങ്ങൾ, സോളാർ ഹൌസ്, വിവിധ പ്രവൃത്തി പരിചയ ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവ മേളയുടെ ഭാഗമായി ഉണ്ടായിരുന്നു. ഇന്ന് ഇപ്രാവശ്യവും വളരെ വിപുലമായ രീതിയിൽ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ കൂടുതൽ പ്രവൃത്തി പരിചയ മേഖലയുടെ ഭാഗമായി കുറേ പ്രൊജക്റ്റുകൾ നമ്മളിവിടെ ലക്ഷ്യമിട്ടുണ്ട്. അതിൻ്റെ ഓരോ പ്രവർത്തനവും മനസ്സിലാക്കുകയും മറ്റുള്ള കുട്ടികൾക്ക് അത് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുമ്പോൾ തന്നെ ഈ ക്ലാസ്സിലെ കുട്ടികൾ, അല്ലെങ്കിൽ ഇതിൽ പങ്കെടുത്തിട്ടുള്ള കുട്ടികൾക്ക് അതിനെപ്പറ്റി പരിചയപ്പെടുകയും നന്നായി മനസ്സിലാക്കാൻ കഴിയുകയും അതുപോലെ തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങളെ പറ്റി വിവരിക്കുമ്പോൾ അത് മറ്റുള്ള കുട്ടികൾക്ക് ഒരു പ്രചോദനമാക്കുകയും ചെയ്യുന്ന പരിപാടിയാണ് ഈ ശാസ്ത്രമേള കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്തെല്ലാം സാധനങ്ങൾ നമുക്ക് സ്വയം നിർമ്മിക്കാൻ കഴിയും, അല്ലെങ്കിൽ ഭാവിയിൽ നമുക്കത് എന്തെല്ലാം സാധനങ്ങൾ നമുക്ക് സ്വയം നിർമ്മിക്കാൻ കഴിയും എന്നതിനെ പറ്റി സ്കൂൾ തലത്തിൽ നിന്ന് തന്നെ നമുക്കൊരു പരിചയം, അല്ലെങ്കിൽ ഇവിടുത്തെ അധ്യാപകരും അതുപോലെ തന്നെ ബന്ധപ്പെട്ടവരൊക്കെ പറഞ്ഞു തന്നും, അല്ലെങ്കിൽ നമ്മൾ സ്വയം ചെയ്യും. ചിലർക്കൊക്കെ നമുക്ക് അധ്യാപകർ പറയുന്നതിനേക്കാൾ കൂടുതൽ സ്വയം ചെയ്യുന്നതിനുള്ള ഒരു കഴിവുണ്ടായിരിക്കും. അത് ജന്മനാ സിദ്ധിക്കുന്ന ഒരു കഴിവ്. അപ്പം അത്തരം സാധനങ്ങളൊക്കെ സ്വയം നിർമ്മിക്കുന്നതിൽ വീട്ടിൽ നിന്ന് നമ്മൾ പല പ്രൊജക്റ്റുകളും, അല്ലെങ്കിൽ അങ്ങനത്തെ ഉണ്ടാക്കി കൊണ്ടുവരുമ്പോൾ ചിലപ്പോൾ ഇവിടുത്തെ അധ്യാപകർ തന്നെ അതിശയിച്ചു പോകാറുണ്ടായിരിക്കും. കാരണം വീട്ടിലെ ഒരു സാഹചര്യം പല രീതിയിലേക്ക് ചിലപ്പോൾ ഇലക്ട്രിക് വിഭാഗത്തിൽ വർക്ക് ചെയ്യുന്ന ആളുകളായിരിക്കാം. അവർ വീട്ടിൽ വരുന്ന കുട്ടികൾക്ക് അതിനോട് കൂടുതൽ അഭിരുചി ഉണ്ടായിരിക്കാം. അവർ കൊണ്ടുവരുന്ന സാധനങ്ങൾ ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും പല രീതിയിലുള്ളതായിരിക്കാം. അതുപോലെ തന്നെ ഓരോ മേഖലയും
പാഠപുസ്തകങ്ങൾക്കൊപ്പം തന്നെ ശാസ്ത്രോത്സവം പോലെയുള്ള പാഠ്യാനുബന്ധ പ്രവർത്തനങ്ങളുടെ പ്രാധാന്യവും മനസ്സിലാക്കുവാൻ കഴിയുന്ന വിധത്തിലാണ് ജാലിക 2024 നടത്തിയത്. കുട്ടികളുടെ കഴിവുകൾ വീക്ഷിക്കുവാൻ നിരവധി പേരാണ് എത്തിച്ചേർന്നത്. CCV ന്യൂസ്, പാഞ്ഞാൾ.